Hi everyone, welcome back to Kavitha Sugar and Spice. നമ്മൾ ഇന്ന് ഈ അരിയും കുറച്ച് മല്ലിയിലയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയ ഒരു ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ടേസ്റ്റി മാത്രമല്ല വളരെ സിമ്പിളും കൂടിയായ ഈ ഊണ് റെഡിയാക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് അടുക്കളയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഏതാന്ന് വെച്ചാൽ അത് ചൂടാവുമ്പം അതിലേക്ക് നമുക്കൊരു 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ ഇത്രയും ഇട്ട് അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു ബേ ലീഫ് ആഡ് ചെയ്യുക, വഴനയില എന്ന് പറയുന്നത് അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം. ഞാൻ ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2.5 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട് ഒരു 1.5 കപ്പ് ബാസ്മതി റൈസ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു തള വരാൻ മാത്രം കാത്തു നിൽക്കുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ടൈപ്പ് അടുപ്പായ കാരണം ഒറ്റൊരു തള വന്ന ഉടനെ തന്നെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കും. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഇനി നിങ്ങളുടേത് ഗ്യാസ് അടുപ്പാണെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം ഒരു 90% വെന്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. അപ്പം ഞാനിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാരണം അത് തണിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇന്ന് തന്നെ നമ്മളെല്ലാ പണിയും ചെയ്യണ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഈ ചോറ് ആദ്യമേ ഉണ്ടാക്കി വെച്ച് അത് തണിഞ്ഞ് റെഡിയായി എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് നല്ല തണിഞ്ഞ ചോറാണ് ആവശ്യം. ചൂടോടെയുള്ള ചോറ് ഇട്ട് കഴിഞ്ഞാൽ ഇതാകെ കൂടെ കുഴഞ്ഞു പോകും. ഇതിവിടെ തണിയാനായിട്ട് നമുക്ക് വെക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. അടുത്തതായിട്ട് നമ്മളൊരു കൊറിയാണ്ടർ പേസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3 കപ്പ് അരിഞ്ഞ മല്ലിയില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 കപ്പ് തേങ്ങ ഇത്രയും ചേർത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കൊറിയാണ്ടർ പേസ്റ്റൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ 1 ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പം ഒരു 6 വെള്ളുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. തീ ഈ സമയത്ത് ചെറുതാക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് അത് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പം ഒരു വലിയ ഉള്ളി നീളത്തിൽ തിൻ സ്ലൈസസായി അരിഞ്ഞതും കൂടി ചേർക്കുക. അതോടൊപ്പം 2 പച്ചമുളകും ചേർത്ത് ഒരു തരി ഉപ്പിട്ടിട്ട് അടച്ചു വെച്ച് നമുക്കിതിനെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച കൊറിയാണ്ടർ പേസ്റ്റ് ചേർക്കുകയാണ്. പക്ഷെ ഞാനത് ഒഴിക്കണത് കാണിക്കാൻ മറന്നുപോയി. പക്ഷെ ചേർത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് സോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ നന്നായി തണിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വറ്റുകളും നല്ലോണം ഉതിർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ കൊറിയാണ്ടർ പേസ്റ്റിലേക്ക് ചോറിനെ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു വെള്ളപ്പറ്റുണ്ടാവും, അത് കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ അടുപ്പ് ഗ്യാസ് അടുപ്പാണെങ്കിൽ ഒരു സിമ്മറിൽ വെച്ചാൽ മതി. ഇലക്ട്രിക് ആണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് തന്നെ വെച്ചാൽ മതി. കാരണം ആ ഒരു ചെറിയ ചൂടുണ്ടാവും, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഈ മല്ലിയിലയുടെ പേസ്റ്റ് അരയ്ക്കുമ്പം അതിൽ കുറച്ച് തേങ്ങ ചേർത്തത് അതിൻ്റെ ഒരു പച്ചമണോ അല്ലെങ്കിൽ അതിൻ്റെ യാതൊരുവിധ കുത്തലോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെറുതെ നമ്മൾ മല്ലിയില മാത്രമായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത്തിരി തേങ്ങ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം കൊടുക്കാൻ. നമ്മുടെ വറ്റുകൾ മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പക്ഷെ അതേ സമയത്ത് ഈ മല്ലിയില പേസ്റ്റ് എല്ലാറ്റിലും കവർ ചെയ്തിട്ടുണ്ടാവും വേണം. അങ്ങനെ നമ്മുടെ കൊറിയാണ്ടർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിവിടെ ചെക്ക് ചെയ്ത് ഒരു 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു കറിയുടെ ആവശ്യം ഒട്ടുമില്ല. വളരെ സിമ്പിളാക്കി കഴിക്കാനാണെങ്കിൽ ഒരു റായ്ത്ത അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ ഒരു അച്ചാർ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായിരിക്കും. ഇനി ഒന്നും കൂടി ലാവിഷ് ആവുകയാണെങ്കിൽ ഒരു മെഴുക്ക് വരട്ടിയോ തോരനോ അല്ല ഇനിയിപ്പോൾ ഒരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായി. അപ്പോൾ ഞാനിവിടെ നിന്ന് സെർവ് ചെയ്യുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും ഒരു കഷ്ണം മീൻ വറുത്തതുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.